കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലെ കനത്ത മഴയെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ നിരവധി സർവീസുകൾ വൈകി എന്ന വിവരം പുറത്തുവരുന്നു. റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീണ് റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഡൽഹിയിൽ സാധാരണ ഈ സമയത്ത് അത്ര മഴ കാണാറില്ല, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കാലാവസ്ഥാ വ്യതിയാനമാണോ ഇതിന് കാരണം? നിലവിൽ ഏതൊക്കെ വിമാനങ്ങളുടെ സർവീസുകൾ തടസ്സപ്പെട്ടിട്ടുണ്ട്? ഒപ്പം റോഡിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണോ? നിലവിൽ എങ്ങനെയാണ് അവസ്ഥ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത, റിജിത്ത്. ഡൽഹിയിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ പുലർച്ചെ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. 10:45 മുതൽ 12:30 വരെ അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും 60 കിലോമീറ്റർ മുതൽ 90 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും ഒപ്പം ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട് എന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയത്. എന്നാൽ മഴ എത്താൻ വൈകി. ഏതാണ്ട് പുലർച്ചെ 3 മണിയോടെയാണ് ശക്തമായ കാറ്റിന് പിന്നാലെ മഴയും എത്തിയത്. ഈ ഒരു സീസണിൽ ഡൽഹിയിലുണ്ടായ ഏറ്റവും ശക്തമായ മഴയാണ് പുലർച്ചെ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടുനിന്ന മഴ എന്നുള്ളത്. ഇത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായിരിക്കുന്നു. ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടാൻ ഇടയാക്കിയിരിക്കുന്നു. പ്രധാനമായും ഇൻഡിഗോയുടെ സർവീസുകൾ വൈകിയതായുള്ള അറിയിപ്പ് കമ്പനി നൽകിയിട്ടുണ്ട്. മറ്റ് വിമാന കമ്പനികളുടെ സർവീസും വൈകിയിട്ടുണ്ട്. എന്നാൽ പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ ഈ 3 മണിക്കും 4:30 വരെയുമുള്ള സമയമായിരുന്നു അതിരൂക്ഷമായ തരത്തിലുള്ള പൊടിക്കാറ്റും നിലനിന്നിരുന്നത് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ സർവീസുകൾ ഈ സമയത്ത് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല. ഈ സമയത്തുണ്ടായിരുന്ന സർവീസുകൾ വൈകിയിട്ടുണ്ട്. ഒപ്പം തന്നെ റോഡിൽ വ്യാപകമായി വെള്ളക്കെട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അണ്ടർഗ്രൗണ്ട് പാസേജുകൾക്ക് ഉള്ളിലെല്ലാം വെള്ളം നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത നിലയിലാണ് നിലവിലുള്ള സാഹചര്യം. കൂടാതെ ഈ വൈദ്യുത പോസ്റ്റുകൾ അടക്കമുള്ളവ ചെരിഞ്ഞും കൂടാതെ ഈ മരങ്ങൾ ചില്ലകൾ ഒടിഞ്ഞു വീണും മരങ്ങൾ കടപുഴകി വീണും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പലയിടത്തും. അത് പ്രധാനമായും ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ റോഡ് ഗതാഗതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവ മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഇപ്പോഴും അതിശക്തമായ കാറ്റും മഴയും നിലനിൽക്കുകയാണ്. ഇതിനായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാലവർഷത്തിന്റെ ഭാഗമായുള്ള ഒരു മഴയല്ല ഡൽഹിയിൽ ലഭിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയം. മറിച്ച് പഞ്ചാബിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അതിശക്തമായ കാറ്റ് ഹരിയാനയിലും തുടർന്ന് ഡൽഹിയിലേക്കും നീങ്ങുകയായിരുന്നു. ഹരിയാനയിലും ഇന്നലെ വൈകിട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ആ കാറ്റിന്റെ ദിശ ഇപ്പോൾ ഉത്തർപ്രദേശിലേക്കാണ്. തുടർന്നാണ് ഉത്തർപ്രദേശിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹിയിലും കനത്ത മഴയാണ് ലഭിച്ചത്. ഡൽഹി വിമാനത്താവളത്തിലെ വിമാന സർവീസുകളെ അടക്കം അത് ബാധിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.